ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ നോക്കുമ്പോൾ സ്റ്റെബേൺ ബിഹേവിയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ എന്താണോ ഡിസൈഡ് ചെയ്തത് അത് ശരിയാണ് എന്നുള്ള ഒരിത്. ഇവിടെ 10 പേരെടുത്ത് ഇവരുടെ അഭിപ്രായം പറയുകയാണ്. 10 പേരും 10 അഭിപ്രായം പറയുകയാണ്, ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ഇവർ വിചാരിക്കുന്നത് എൻ്റെ ഡിസിഷനാണ് പെർഫെക്റ്റ്, ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എന്നാണ്. ഈ ടൈം പീരീഡിൽ ഇവർ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ശരി എന്നുള്ള രീതിയിൽ ഇവർ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചിരിക്കും ഇവരുടെ ആ ഒരു തീരുമാനം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതാണ് ഇപ്പോൾ ഇവർ കേൾക്കുന്നത്. ഇവരുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നത് ഇവർ എന്താണോ ഡിസൈഡ് ചെയ്തത് അത് ശരിയാണ് എന്നാണ്. അതായത് ഡിവൈൻ ഇവർക്ക് എന്തോ ഗൈഡൻസ് കൊടുത്തു, അല്ലെങ്കിൽ എന്തോ ഒരു ഇൻറ്റ്യൂഷൻ ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് കിട്ടി, അത് കാരണമാണ് ഇവർ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു രാജാവ് ഒരു തീരുമാനം എടുത്താൽ മറ്റുള്ളവർ അതിനെതിരെ പറഞ്ഞാൽ അവർക്കെതിരെ രാജാവ് തിരിയത്തില്ല. അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്, ആ ഒരു പവറിലാണ്. ഇവിടെ യൂണിയൻ്റെ ആ ഒരു ഡിസിഷനാണ് ഇവർ എടുത്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ശിവശക്തിയുടെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഡിവൈൻ ജേർണിയിലുള്ളവർക്കും യൂണിയൻ ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ നാളായിട്ട് സെപ്പറേഷനിലാണ് ഉള്ളത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. പക്ഷേ ട്രൂ ലവ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർ പോലും യൂണിയനിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള ട്രൂ ലവ് ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ഇനി കാർമിക്കാണോ സോൾമേറ്റ് ആണോ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ യൂണിയനിൽ വരും. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണോട് കാണിക്കുന്ന ട്രൂ ലവ് ആണ്. ഈ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒന്ന് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഡിസിഷനെ ആർക്കും മാറ്റാൻ സാധിക്കത്തില്ല. ഇവർക്ക് തോന്നുന്നത് ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ, ആ ഒരു എനർജിയിൽ ഇരിക്കാനാണ്. അതായത് വരാനുള്ളവർ വരട്ടെ, പോകാനുള്ളവർ പോകട്ടെ എന്നുള്ള രീതിയിൽ. കൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ എനിക്ക് എന്താണോ ഗൈഡൻസ് ലഭിക്കുന്നത് അത് ഞാൻ ഫോളോ ചെയ്യുമെന്ന് ഇവർ തീരുമാനിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ അന്തരാത്മാവ് ഇവരോട് എന്താണോ പറയുന്നത് അതനുസരിച്ച്, അതായത് ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണോ ആ വഴിയിൽ കൂടെ പോവാനാണ് ഇവർക്ക് തോന്നുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എന്താണോ ഇവരുടെ ഇൻറ്റ്യൂഷൻ ലഭിച്ചത് അതനുസരിച്ച് തീരുമാനമെടുത്തത്. ഇവിടെ 6 കാരണമാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അവരുടെ റിയാലിറ്റി സ്വയം അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടെ ഉണ്ടായിട്ടും ഇവരുടെ നല്ലത് ആഗ്രഹിക്കാത്ത കാർമിക്കായിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് 31, 41, 46, 45 അങ്ങനെ ഒരു നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം അത്. ഇവിടെ 17 വയസ്സിൻ്റെതും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ആരെങ്കിലും ഇതിൽ കാണുന്നുണ്ട് എങ്കിൽ അവരുടേതായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഏജ് 17. എൻ്റെ ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് റൊമാൻറ്റിക്കലി, സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലിയും ചിന്തിക്കുന്നുണ്ട്. എപ്പോഴാണോ ശാന്തമായിട്ടിരിക്കുന്നത് ഒറ്റയ്ക്ക്, അപ്പോഴാണ് ഇവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നത്. അതിന് ശേഷമാണ് പൈസ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്, ഓഫീസ് കാര്യങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും ടെൻഷൻ ഇതൊക്കെ വരുള്ളൂ. ആദ്യം നിങ്ങൾ, അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാ ടെൻഷനും ഇവർ ആലോചിക്കുന്നത്. നിങ്ങളെ ഒത്തിരി മൂവ് ഓൺ ചെയ്യിപ്പിച്ചു, അങ്ങനെയെങ്കിലും നിങ്ങൾ ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോട്ടെ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഇവർ നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്തു. പക്ഷേ നിങ്ങൾ അവരോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ത് സ്നേഹമാണ്, ഞാൻ എത്രത്തോളം അവരെ അകറ്റാൻ ശ്രമിച്ചു, പക്ഷെ അവർ അതിനപ്പുറം എന്നെ സ്നേഹിക്കുകയാണല്ലോ എന്ന്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ സ്നേഹം ഇവർക്ക് പ്രിഷ്യസ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ ഒട്ടും തന്നെ സീരിയസ് അല്ല നിങ്ങൾക്ക് വേണ്ടി എന്ന്. എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ വളരെ വിലമതിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ സൗന്ദര്യം നല്ല ഭംഗിയുള്ളതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഒത്തിരി പൈസ ഉള്ളവരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങൾ അതിലൊന്നുമല്ല
വീണിരിക്കുന്നത്. നിങ്ങൾ അവരോടുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിലാണ് നിങ്ങൾ വീണിരിക്കുന്നത്. ആ ഒരു സ്നേഹമാണ് നിങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. അതേപോലെയാണ് ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് ഒത്തിരി സൗന്ദര്യമുള്ളവരായിരിക്കത്തില്ല, പൈസയൊന്നും ഇല്ലാത്തവരായിരിക്കും, എന്നിട്ട് പോലും നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. അവർ നിങ്ങളിൽ കാണിച്ച ആ ഒരു സ്നേഹത്തെയാണ് നിങ്ങൾ ബഹുമാനിച്ച് തിരിച്ച് അങ്ങോട്ടും അതേ സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, എനിക്ക് പൈസ ഇല്ല, സൗന്ദര്യമില്ല, എന്നിട്ടും എൻ്റെ പേഴ്സൺ എന്നെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ പേഴ്സൺ ചിന്തിക്കുന്നത്, എനിക്ക് സൗന്ദര്യമുണ്ട്, ഞാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പൈസയുണ്ട്, പക്ഷേ ഞാൻ ഇത്രത്തോളം അവരെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു, അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ടും എൻ്റെ പേഴ്സൺ എന്നെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെസ്റ്റ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇവർക്കറിയാം നിങ്ങൾ ഇവരെ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിക്കുന്നത്, നിങ്ങൾ വലിയ ഒരു അറ്റാച്ച്മെൻ്റാണ് ഇവരോട് വയ്ക്കുന്നത് എന്ന്. എന്നാലും ചെറിയൊരു ഡൗട്ട്, അത് തീർക്കാൻ വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ടെസ്റ്റ് വയ്ക്കും ഇവർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കുകയാണ് എങ്കിൽ ഫസ്റ്റ് വന്നത് യൂണിവേഴ്സിൻ്റെ കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താങ്ക് യു പറയുക യൂണിവേഴ്സിനോട്, ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. നിങ്ങളുടെ ഇവിടെ 6 ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹാർമോണിയസ് ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹാർമോണിയസ് ആയിട്ടുള്ള യൂണിയനാണ് വരാൻ പോകുന്ന 6 മണിക്കൂർ തൊട്ട് 24 മണിക്കൂറിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പാർട്ട്ണർ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് തരാൻ വേണ്ടി മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരിക്കും. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഇവർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് ഇവർ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജി സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കോണ്ടാക്റ്റിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ കുറേ ആൾക്കാർക്ക് ബ്ലോക്കേജസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാം. പക്ഷേ ഉറപ്പായിട്ടും കോണ്ടാക്റ്റിൽ വരും. കുറച്ച് സമയം എടുത്താൽ ഈ ബ്ലോക്കേജസ് ഒന്ന് ഹീലാക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 4 അവേഴ്സിനുള്ളിൽ, 6 അവേഴ്സിനുള്ളിൽ, 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകും. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം കോൺടാക്ട് സിറ്റുവേഷൻ്റെ. ഇവിടെ കോൺടാക്റ്റിലുള്ളവർ കോൺടാക്റ്റിൽ തന്നെ ഇരിക്കും, സംസാരമൊക്കെ ഉണ്ടാകും, ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ഫൈനാൻഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ചും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലോങ് ഡിസ്റ്റൻസിലുള്ളവരും തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും. കാർമിക് എനർജി വലിയ ഒരു ട്രിഗർ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ 8 ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു പെർമനൻ്റ് യൂണിയൻ ഉണ്ടാവുന്നതാണ്. പക്ഷേ ബ്ലോക്കേജസ് കാരണം ചില സമയങ്ങളിൽ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്തായാലും തേർഡ് പാർട്ടി റിലീസാകുമെന്നുള്ള ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയോ ഇല്ല എങ്കിൽ ഇമോഷണലായിട്ട് എന്തെങ്കിലും ഒരു ട്രിഗർ നിങ്ങൾക്ക് ലഭിക്കുകയോ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്, ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു എനർജിയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നേരെയാകും. ചില സെപ്പറേഷൻസ് യൂണിവേഴ്സ് സ്വയം നമ്മളിൽ ചെയ്യുന്നതാണ്. കാരണം നിങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഹീലാക്കാനോ അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഹീലാക്കാനോ വേണ്ടിയാണ് യൂണിവേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത്. വരാൻ പോകുന്ന 30 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിഗർ ലഭിക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുക അത് ടെമ്പററി ആയിട്ടുള്ള ട്രിഗറാണ് എന്ന്. ആ ഒരു സമയം നിങ്ങൾ ആവശ്യമില്ല റിയാക്റ്റ് ചെയ്യാൻ പോയത്, ഹോപ്പ് വയ്ക്കുക ഉള്ളിൽ നിങ്ങൾ. കുറേ ആൾക്കാർക്ക് ഒരു ചേഞ്ചസും ഇല്ല, എപ്പോഴും പോലെ ബാലൻസ് ആയിട്ട് തന്നെ ഇരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.